എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് കൂടി അവസരം ഒരുക്കി സാങ്കേതിക സർവകലാശാല. കെ-ഡിസ്കുമായി കൈകോർത്താണ് സർവകലാശാല പുതിയ സംരംഭം അവതരിപ്പിക്കുന്നത്. സാങ്കേതിക വൈദഗ്ധ്യത്തിന് പ്രാധാന്യം കൊടുത്തുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്നതാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് കെ-ഡിസ്ക് ഈ സംവിധാനം ഒരുക്കുന്നത്. പരിഷ്കരിച്ച സിലബസിലെ 8ാം സെമസ്റ്ററിൽ 4 മുതൽ 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടാകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. കേരള നോളജ് ഇക്കോണമി മിഷൻ രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. എഞ്ചിനീയറിംഗ് കൂടാതെ വിവിധ മേഖലകളിൽ തൊഴിൽ തേടുന്നവരെ തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കാനും ഈ പ്ലാറ്റ്ഫോം വഴി കഴിയും. സാങ്കേതിക വൈദഗ്ധ്യത്തിന് പ്രാധാന്യം കൊടുത്തുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സർവകലാശാല അധികൃതർ പറയുന്നു. കെ-ഡിസ്ക് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കി അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ കമ്പനികളിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ പ്രോജക്റ്റുകളായി, ആയിരക്കണക്കിന് പ്രോജക്റ്റുകളായി പ്രോജക്ട് ഷെൽഫിൽ കെ-ഡിസ്ക് ഇതിനകം തന്നെ സമാഹരിച്ചിട്ടുണ്ട്. ഇത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലൂടെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ പരിശോധന കൂടിയാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടി സാങ്കേതിക സർവകലാശാലയുമായി കെ-ഡിസ്ക് നേരത്തെ ഒരു ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു. ഈ ധാരണാപത്രം പ്രകാരമാണ് കെ-ഡിസ്ക് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗോപാൽ ഷീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.